So hi, so we talk about read aloud. പി ടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് റീഡ് അലൗഡ്. റീഡ് അലൗഡ് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ സ്പീക്കിങ്ങിൻ്റെ ഏത് സെക്ഷൻ ആണെങ്കിലും ദിസ് ടോക്സ് അബൌട്ട് ദ ക്ലാരിറ്റി, ദ ഫൗണ്ടേഷൻ ആസ്പെക്ട് ഇൻ സ്പീക്കിംഗ്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്പീക്കിങ്ങിൽ ഡിസ്ക്രൈബ് ഇമേജ് ചെയ്യുകയാണെന്ന് വയ്ക്കാം. ആ ഡിസ്ക്രൈബ് ഇമേജിൽ ക്ലാരിറ്റി വോയിസിൽ ഇല്ലാത്തത് നിങ്ങൾ റീഡ് അലൗഡ് കൃത്യമായി പ്രാക്ടീസ് ചെയ്യാത്ത കാരണമാണ്. നിങ്ങളുടെ ഫോക്കസ് കൃത്യമായി റീഡ് അലൗഡിൽ ഇല്ലാത്ത കാരണം യു ഗെറ്റ് സ്റ്റക്ക് and you are not able to deliver well in describe image. When it comes to clarity of the content or the fluency aspect, that all accounts to your read aloud base. So describe image just for example ആണ് സ്പീക്കിംഗിലെ ഏത് സെക്ഷൻ ആണെങ്കിലും if read aloud is not proper, then you are facing an issue. Say for example, read aloud എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം, ധാരണ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു പാരഗ്രാഫ് നമുക്ക് കിട്ടുന്നു, ആ പാരഗ്രാഫ് വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഓഫ് ടൈം യു റെക്കോർഡ് ഇറ്റ്. ഇവിടെ നോക്കിയാൽ അറിയാം, യു ഗെറ്റ് എ റെക്കോർഡിംഗ് ടൈം ഓഫ് 35 seconds. Okay, 35 seconds. And recording time of 35 seconds, ഇവിടുത്തെ കോണ്ടന്റ് എത്രയുണ്ടെന്ന് നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല. ബിക്കോസ് you may be able to read this within 25 seconds. You may be able to read the content in 20 seconds. You may be able to read the content in just 30 seconds. It depends. It varies from person to person. But there is one logic behind it, is the clarity of words. First aspect. The clarity of the word is the most essential part in PTE speaking. But say for example, the exponential growth of the internet was heralded. I read it, the exponential growth of the internet was heralded. Did I sound clear? No. I did not sound clear because I spoke it very fast. ആ ഒരു താളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ വായിക്കാൻ അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാൻ. ആൻഡ് ദാറ്റ് കോൺവെർസേഷൻ നീഡ്സ് ടു ബി അറ്റ് ദ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കണ്ടോ, എക്സ്പോണൻഷ്യലിന് എൻഡിങ് എൽ എന്നാണ്. And exponential growth of the internet was heralded. ഇവിടെ ED എപ്പോഴും റീഡ് അലൗഡിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ING വേർഡിൽ അവസാനിക്കുന്നത്, ED വേർഡിൽ അവസാനിക്കുന്നത്, IN വേർഡിൽ അവസാനിക്കുന്ന വേർഡ്സ് ഭയങ്കരമായി ശ്രദ്ധിക്കണം. എസ് വേർഡ് അല്ലെങ്കിൽ ES വേർഡിൽ അവസാനിക്കുന്ന വേർഡ്സ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ that word remains very much incomplete. Say for example, ഞാൻ ഹെറാൾഡഡിന്റെ സ്ഥാനത്ത് ഹെറാൾഡ് എന്ന് തന്നെയാണ് വായിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദ ഇന്റർനെറ്റ് വാസ് ഹെറാൾഡ് ഇൻ ദ 1990s. ഹെറാൾഡഡ് എന്ന് ഞാൻ സ്പീഡിൽ വായിക്കുന്ന കാരണം I did not notice it, nor did I make an effort to read loud. That what happens, you are losing your score. This is marked by AI as not audible, and that creates an issue. That creates a clarity issue. That's what you need to focus. ING, IN, ES, S, ED, D. കൃത്യമായി നിങ്ങളെ വേർഡ്സ് അല്ലെങ്കിൽ സിലബൽ സ്ട്രെസ് കൃത്യമാക്കണം. സിലബൽ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇപ്പം ഹെറാൾഡഡ് എന്നാണ് സെൻറ്റൻസ് എന്ന് വെക്കാം. ഹെറാൾഡഡ് ഹ ഞാൻ സ്ട്രെസ് ചെയ്യുന്നു, റ ഹറ, എൽ ല ഡ ഡഡ്. കണ്ടോ, ഈ മൂന്ന് സ്ട്രെസ് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത് ഭയങ്കര സ്ലോ ആയിട്ട് വായിക്കാൻ പറ്റുമോ? ഹെറാൾഡഡ് എന്ന് വായിക്കാൻ പറ്റുമോ? വാട്ട് ഹാപ്പൻസ്, ഇറ്റ് അക്കൗണ്ട്സ് ടു 2 or 3 വേർഡ്സ്. AI അത് മനസ്സിലാക്കുന്ന ഹെറാ എൽ ഡെഡ്, അത് വേറെ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഒരുമിച്ച് ഒറ്റ വേർഡായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഹെറാൾഡഡ് എന്ന് പറയണം, അല്ലാതെ ഹെറാൾഡഡ് എന്ന് വായിച്ചാൽ വേർഡ് ഈസ് ക്ലിയർ ടു ദ പേഴ്സൺ who is sitting in front of you, but the AI is not able to decipher whether it was a single word or a combination of 2 or 3 words. So the clarity aspect regarding read aloud പലപ്പോഴും പല സ്റ്റുഡൻസും കൊണ്ടുവരുന്ന മിസ്റ്റേക്ക് ആണ്. മേക്ക് ഷുവർ when you practice this, practice in the same way that is required. നിങ്ങൾ ഇത് ഒരു കോണ്ടന്റ്, അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഭയങ്കര സ്പീഡ് കുറഞ്ഞ കോണ്ടന്റുകളൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ഞാൻ ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദ ഇന്റർനെറ്റ് വാസ് ഹെറാൾഡഡ് എന്ന് വായിക്കുമ്പോൾ എവറി വേർഡ് ഇസ് ക്ലിയർ. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, ഞാൻ വേണ്ട സ്പീഡിനേക്കാളും കുറഞ്ഞ്
കുറഞ്ഞ സ്പീഡിലാണ് വായിക്കുന്നത്. ഇൻ കേസ് ദിസ് കോണ്ടന്റ് ഇസ് ടു ബി റെഡ് ഇൻ 30 seconds, ഹൗ ഡു യു കം ടു നോ? ദാറ്റ് കംസ് ത്രൂ പ്രാക്ടീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാനുമാണ്. ബട്ട് അത് ആ ഒരു അസസ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് വായിക്കാം. ഫാസ്റ്റായിട്ട് വായിച്ചാൽ ക്ലാരിറ്റി ലോസ് വരും. സ്ലോ ആയിട്ട് വായിച്ചാൽ നമ്മൾ വേണ്ട രീതിയിൽ ടെമ്പോ പോകും. ഇത് രണ്ടും ഫ്ലുവൻസിനെ ബാധിക്കും. അപ്പോൾ റീഡ് അലൗഡ് 40-50 ഒറ്റ സിറ്റിങ്ങിൽ ചെയ്താൽ പോരാ. ഒരുമിച്ച് ഒരു മാസം കൊണ്ട് നിങ്ങൾ 100 എണ്ണം ചെയ്താൽ പോരാ. Make sure that is a clarity involved when you are doing read aloud. And if you are not able to get that required score, we are always there to help you out. Approach us. We are there to guide you. Thank you.